ഇർഫാൻ എന്താ പറഞ്ഞ നേരത്തെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്നല്ലേ പറഞ്ഞത്, മേടിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവാറില്ലേ? പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത്. ആ ഒരു ലിസണിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണ ഒരു സെയിൽസ് ടോക്കിനോ അല്ലെങ്കിൽ സെയിൽസ് പിച്ചിനോ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് ഉണ്ട്. ഈ കൺഫ്യൂഷൻസ് പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ലിസണിങ് സ്കില്ലിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. കൃത്യമായ ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇങ്ങനൊരു ഡിസ്കഷൻ ഇരിക്കുമ്പോൾ, ഒരു സെയിൽസ് ക്ലോസിനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഡിസ്കഷനോ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യം വേണ്ടത് നമുക്ക് ഒരു എംപതിയാണ്. സെയിൽസ് ക്ലോസിന് ഇരിക്കുകയാണെങ്കിൽ ആ കസ്റ്റമറുടെ ഭാഗത്തായി നമ്മൾ ആ കസ്റ്റമർ ആയിരുന്നെങ്കിൽ എന്താണ് ചെയ്യുക എന്നുള്ള രൂപത്തിലായിരിക്കണം നമ്മൾ അവിടെ ഇരിക്കേണ്ടത്. അപ്പോൾ ഒരു എംപതിയോട് കൂടി വേണം നമ്മൾ ഒരു ഡിസ്കഷൻ എന്നിരിക്കുമ്പോൾ എപ്പോഴും ഇരിക്കാൻ. മറ്റു ആൾക്ക് അയാളുടെ രൂപത്തിൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അയാൾ എന്താണോ ചിന്തിക്കുക, അത്തരത്തിലുള്ള ചിന്തയായിട്ട് വേണം നമ്മളിരിക്കാൻ. മറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചെന്നിരിക്കുമ്പോൾ അവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ അങ്ങനെ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളവിടെ ഒരു മീറ്റിങ്ങിന് ഇരിക്കാൻ. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ ഓർമ്മയിൽ ഇരിക്കാനുള്ള സാധ്യത കുറവുണ്ട്. അതുകൊണ്ട് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്കില്ലുകളുണ്ട് നമുക്ക്, ലിസണിങ് സ്കിൽ. അതിൽ ഒന്നാണ് പാസീവ് ലിസണിങ് സ്കിൽ. ഈ പാസീവ് ലിസണിങ് സ്കിൽ എന്ന് പറയുന്നത് എന്താ സംഭവം വെച്ചാൽ, നമ്മളവിടെ ചെന്നിരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇൻറ്റൻഷനും ഉണ്ടാവരുത്, ഒരു മുൻവിധിയോട് കൂടിയായിരിക്കരുത് നമ്മളവിടെ ചെന്നിരിക്കുന്നത്. എന്ന കാര്യങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് ഒരു മുൻവിധി ഇല്ലാതെ എല്ലാം കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു രൂപം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് അവിടെ നിന്ന് വരുന്ന റിഫ്ലക്റ്റീവ് ലിസണിങ് സ്കില്ലാണ്. അതെന്താ സംഭവം വെച്ചാൽ, നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കണം. താങ്കൾ ഇന്നതല്ലേ പറഞ്ഞത്, ഇന്ന കാര്യങ്ങളല്ലേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇന്നതല്ലേ താങ്കളുടെ ഡിമാൻഡ്സ്, ഇന്ന പ്രൈസല്ലേ താങ്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ഇന്ന ദിവസം വേണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡെലിവറി ഇന്ന ദിവസത്തേക്ക് ഷെഡ്യൂൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ഇന്ന ദിവസം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞുള്ളത് എന്ന് നമ്മൾ തിരിച്ചു ചോദിച്ചുകൊണ്ട് കൺഫേം ചെയ്യുന്ന ഒരു രീതി. ഈ ഒരു സംഭവം കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സുകളെല്ലാം നമ്മുടെ ലോജിക്കൽ സൈഡ് ഇട്ടിട്ട് നമ്മളതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുക, നമ്മുടേതായ രൂപത്തിൽ അതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. എന്താണ് സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ്, എന്ത് കൊടുത്താലും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിലേക്ക് ഈ ഒരു സ്കില്ലുകൾ, ലിസണിങ് സ്കില്ലുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരേണ്ട ഒന്നാണ്. 4 തരത്തിലുള്ള ലിസണിങ് ഉണ്ട്, 4 ലെവൽസ് ഓഫ് ലിസണിങ്സ്. ഇത് എന്താ സംഭവം വെച്ചാൽ, നമ്മളോട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ളതാണ്. അവർ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, എന്ത് ഇമോഷനിൽ വെച്ചാണ് പറഞ്ഞത്, ഏതാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളൊരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തിൽ അവർക്കുള്ള കോസും ഉണ്ട് എഫക്ട്സും ഉണ്ട്. ഉദാഹരണത്തിന് അവർ പറയുന്ന കാര്യങ്ങളിൽ അവർക്കൊരു പക്ഷേ ഡെബിറ്റിന്റെ പ്രശ്നം ഉണ്ടാവാം, അവർക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം, പർച്ചേസിൽ പ്രോബ്ലംസ് ഉണ്ടാവാം, സ്റ്റാഫിൽ ഇഷ്യൂ ഉണ്ടാവാം, ഫണ്ടിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവാം, ഇതെല്ലാം ഉണ്ടാവാം. ഇതെല്ലാം അവരുടെ എഫക്ട്സുകളാണ്. യഥാർത്ഥ കോസ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്, പണമാണ് അവരുടെ പ്രശ്നം. അപ്പോൾ കോസ് കണ്ടെത്തിയിട്ട് വേണം കാര്യങ്ങൾ തീരുമാനിക്കാൻ, അല്ലാണ്ട് അവരെ എഫക്ട്സിനെ നോക്കി നിൽക്കരുത്. റിയൽ ആയിട്ടുള്ള കോസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ വേണം നമ്മൾ അവർക്ക് പിന്നീട് പറഞ്ഞു കൊടുക്കാൻ. ലിസണിങ്ങിന് വേണ്ടി പോകുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് നമ്മൾ ജനിച്ച ഒരു 1 or 2 വയസ്സാകുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേസമയത്ത് നമ്മൾ കേൾക്കുന്നതോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഗർഭപാത്രത്തിന് മുതൽ കേൾക്കുന്നുണ്ട്. അതല്ലെങ്കിൽ പ്രസവിച്ച് വീണ ആ സമയം മുതൽ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 120 വാക്കുകളാണ് ഒരു മിനിറ്റിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുക. അതേസമയം 800 വാക്കുകൾ കേൾക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആ കേൾക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. സംസാരിക്കാൻ നമുക്കൊരു വായ മാത്രം മതിയെങ്കിൽ കേൾക്കാൻ നമുക്ക് 2 ചെവി തന്നെ വേണം. അപ്പോൾ അത്രയും പവർഫുള്ളാണ് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം കാര്യങ്ങൾ കേൾക്കുക. ആ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോൾ പോകുമ്പോഴും നമ്മളെ കയ്യിൽ ഒരു നോട്ട് പാഡ് ഉണ്ടാവണം. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അത് റിവ്യൂ ചെയ്ത് അവരോട് തന്നെ ചോദിക്കുക, ഈ പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ തന്നെയാണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ പകുതിയെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഈ ചെവിയിലൂടെ കേട്ട് ആ ചെവിയിലൂടെ പോയി എന്നുള്ള രൂപത്തിലായിരിക്കും. പിന്നെ കംപ്ലീറ്റ് നടക്കാൻ പോകുന്നത് അസംഷനായിരിക്കും. ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ
അങ്ങനെയല്ലേ എന്നുള്ളത്. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അസംഷൻ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അസംഷൻ ഇല്ലാതെ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ നിങ്ങൾ നോട്ട് ഇത് എടുത്തെടുക്കാൻ പറ്റണം. ഇത്തരത്തിൽ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഈ ലിസണിങ് സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ടീമിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ, അവർക്ക് അതിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസിങ്ങിൻ്റെ സ്പീഡ് വളരെയധികം കൂടിക്കിട്ടും. അതിലൂടെ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്ലോസിങ് സ്കില്ലും അവരിലൂടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അത്തരത്തിലുള്ള സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ കഴിയേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കണ്ടുമുട്ടുന്നവരെ ഏവർക്കും താങ്ക് യു സോ മച്ച്.